നമസ്കാരം. ഒരൊറ്റ ബുള്ളറ്റ് കൊണ്ട് താൻ രണ്ടുപേരെ കൊന്നിട്ടുണ്ട് എന്നൊക്കെ വീമ്പടിക്കുന്ന ചില മുൻ പട്ടാളക്കാരെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ വെറും തമാശയായിട്ട് നമ്മൾ കണക്കാക്കാറും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അത് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ് യുക്രൈനിൽ നിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അവിടെ ഒരു യുക്രൈൻ സൈനികൻ ഒരൊറ്റ വെടിയുണ്ടുകൊണ്ട് 2 റഷ്യൻ സൈനികരെ കൊന്നു എന്നുള്ളത് സംബന്ധിച്ച വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊരു പ്രത്യേകതയുള്ളത് ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും അധികം ദൂരെ നിന്ന് തോക്കുപയോഗിച്ച് ഒരാളിനെ കൊല്ലുക എന്ന ലോക റെക്കോർഡും ഇതോടെ തിരുത്തപ്പെട്ടിരിക്കുകയാണ്. 4000 മീറ്റർ ദൂരെ നിന്നുകൊണ്ടാണ് യുക്രൈൻ സൈനികൻ 2 റഷ്യൻ സൈനികരെ ഈ തോക്ക് ഉപയോഗിച്ച് വെടിവെച്ച് വന്നത്. ഇതിന് അദ്ദേഹത്തിന് സഹായകരമായത് AI സംവിധാനമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഒപ്പം ഡ്രോണുകളുടെ ഒരു കൂട്ടും ഇതിനുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയാണ് AI സംവിധാനം ഇതിലേക്കായി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഫലപ്രദമായ രീതിയിൽ എങ്ങനെ പ്രയോജനപ്പെട്ടു എന്നുള്ള കാര്യം ഇനിയും യുക്രൈൻ വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും ഇത് സംബന്ധിച്ച ദൃശ്യങ്ങൾ ഒരു മാധ്യമപ്രവർത്തകൻ പകർത്തിയിരുന്നു. ഇത് ഇപ്പോൾ പുറത്തു വന്നിട്ടുമുണ്ട്. ഒരു ജനാലയിലൂടെ ഈ വെടിയുണ്ട തുളഞ്ഞ് അകത്ത് ചെന്ന് അവിടെ ഉണ്ടായിരിക്കുന്ന 2 പേരെ കൊല്ലുന്നതായിട്ടാണ് ഈ വീഡിയോയിലുള്ളത്. ഇത് ഒരു സാധാരണ ചെറിയ രീതിയിലുള്ള തോക്കല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇത് വലിയൊരു തോക്കാണ്. ഇത് വലിയ സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ട് വെടിവെക്കുന്ന, ലക്ഷ്യം പിടിക്കുന്ന ഒരുപാട് ആധുനിക സംവിധാനങ്ങളുള്ള വലിയൊരു തോക്കാണ്. അപ്പോൾ ഒരുപക്ഷെ ഇതിൽ നിന്ന് വെടിവെക്കുകയാണെങ്കിൽ 2 പേരെ കൊല്ലാൻ കഴിയും എന്ന് വിശ്വസിക്കാം. അതുപോലെ ഇതിൻ്റെ ദൂരവും വളരെ പ്രധാനമാണ്. 4000 മീറ്റർ ദൂരെ നിന്ന് ഒരാളിനെ വെടിവെക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം അത്രയും ദൂരം ഈ വെടിയുണ്ട പാഞ്ഞ് പോവുക എന്ന് പറയുന്നതും നമുക്ക് ഒരു കാലത്ത് ചിന്തിക്കാൻ കഴിയുമായിരുന്ന കാര്യവുമല്ല. 2023 നവംബറിൽ ലോർഡ് ഓഫ് ദി ഹൊറൈസൺ റൈഫിൾ ഉപയോഗിച്ച് 3800 മീറ്റർ അകലെ നിന്ന് റഷ്യൻ ഉദ്യോഗസ്ഥനെ വെടിവെച്ച് വന്ന യുക്രൈൻ സ്നൈപ്പർ വിയാഷ്ലോവ് കോൽസ്കിയുടെ ലോക റെക്കോർഡിനെയാണ് ഇത് ഇപ്പോൾ മറികടന്നിരിക്കുന്നത്. 2017 ഇറാഖിൽ ഒരു കനേഡിയൻ സ്പെഷ്യൽ ഫോഴ്സ് സ്നൈപ്പറും ഒരു റെക്കോർഡ് സ്ഥാപിച്ചിരുന്നു. ഏതായാലും ലോകത്ത് ഒരു പക്ഷേ ഏറ്റവും അധികം ദൂരെ നിന്ന് ഒരാളിനെ വെടിവെച്ച് കൊല്ലുക, അല്ലെങ്കിൽ 2 പേരെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതിൻ്റെ ചരിത്രം ഇപ്പോൾ യുക്രൈന് സ്വന്തമായിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ ആധികാരികത സംബന്ധിച്ച വിശദാംശങ്ങളൊന്നും തന്നെ ഇപ്പോഴും അവർ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷേ ഇപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുള്ള PR പരിപാടിയാണോ എന്ന് സ്വാഭാവികമായും പലരും സംശയം പ്രകടിപ്പിക്കുന്ന സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പലരും ഇക്കാര്യത്തിൽ ഇതിലൊരുപാട് ദുരൂഹതകളുണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിൽ പോലും യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തോതിലുള്ള ആയുധ സമ്പത്ത് അവരുടെ കൈവശമുണ്ട്. റഷ്യ പോലെയുള്ള അതിശക്തമായ ഒരു രാജ്യത്തെ ഈ കഴിഞ്ഞ 3 വർഷത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ എങ്ങനെയാണ് അവർ ഫലപ്രദമായി നേരിടുന്നത് എന്ന് ലോകം അത്ഭുതത്തോടു കൂടി തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധം ആരംഭിച്ച കാലത്ത് എല്ലാവരും കരുതിയിരുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഈ യുദ്ധം അവസാനിക്കും എന്നാണ്. പക്ഷേ യുക്രൈൻ തങ്ങൾ ഒട്ടും മോശക്കാരല്ല എന്ന രീതിയിൽ ശക്തമായ തോതിൽ തന്നെ പിടിച്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം അമേരിക്കയുടെയൊക്കെ തന്നെ പിന്തുണ യുക്രൈനുണ്ട്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈനെ പിന്തുണയ്ക്കാൻ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച ചെയ്യാനെത്തിയപ്പോഴൊക്കെ തന്നെ യുക്രൈൻ പ്രസിഡന്റിനോടൊപ്പം ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരും എത്തിയിരുന്നു എന്നുള്ളത് തന്നെ ഇതിൻ്റെ പ്രാധാന്യമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഏതായാലും തങ്ങൾ ആയുധത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതികവിദ്യയുടെ കാര്യത്തിൽ ഒട്ടും പിന്നോട്ടല്ല എന്നാണ് യുക്രൈൻ ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ഇനിയും പ്രതികരണം അറിയിച്ചിട്ടില്ല. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളിലേക്ക് തന്നെ സാങ്കേതിക വിദഗ്ധർ ഒരുപക്ഷെ യുക്രൈന് ഇത്തരത്തിലുള്ള സഹായം നൽകിയിരുന്നോ എന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടിയും വരും. ഏതായാലും 4000 മീറ്റർ അകലെ നിന്ന് ഒരാളിനെ വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അത്രയും ദൂരെ നിന്ന് ഒരാളിനെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് സാധാരണ നമ്മൾ സിനിമകളിൽ കാണാറുള്ള ടെലസ്കോപ്പ് ഗണ്ണൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ വെടിവെച്ച് കൊല്ലുന്നതൊക്കെ തന്നെ. പക്ഷേ ഇത്രയും കൃത്യതയോടുകൂടി ഈ വലിയ തോക്ക് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ യുക്രൈൻ സൈനികൻ ഈ റഷ്യക്കാരെ കൊന്നത് എന്നുള്ളത് ഇനിയും പിടികിട്ടാത്ത ഒരു ചോദ്യം തന്നെയാണ്. ഏതായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഒരു പക്ഷേ പിന്നീട് പുറത്തു വരുമായിരിക്കും. പക്ഷേ ഇക്കാര്യത്തിലെ രഹസ്യങ്ങൾ ഒരു കാരണവശാലും യുക്രൈൻ പുറത്തുവിടാൻ സാധ്യതയില്ല. ഏതായാലും ഈ സംഭവം സത്യമാണെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നമ്മളൊരു കാര്യം ചിന്തിക്കുക, ഇത് AI കാലമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നറിയാൻ ഒരുപക്ഷെ ഇനിയും സമയമെടുക്കും.